സംസ്ഥാനത്തെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ മേഖലകളായ ITഐകൾ, പോളിടെക്നിക്കുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും HMTയുടെ സഹായത്തോടെ വിദേശ നിർമ്മിത മിഷനുകളാണ് കിറ്റ്കോസ് നിർമ്മിച്ചു നൽകുന്നത്. എന്നാൽ HMT, CMC മിഷനുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ കിറ്റ്കോസ് മിഷനുകളുടെ വിപണനം HMT അവസാനിപ്പിച്ചു. ഇതോടെയാണ് കമ്പനി അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നത്. അതേസമയം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മിഷനുകൾക്ക് ഇപ്പോഴും ഓർഡർ ലഭിക്കുന്നെങ്കിലും നിർമ്മിച്ചു നൽകാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രവർത്തന മൂലധനത്തിൻ്റെ ഒരു അപര്യാപ്തതയാണ്. നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലാഭകരമായി പ്രവർത്തിക്കുവാൻ കഴിയും. വളരെ കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കാനും ഈ സ്ഥാപനത്തിന് കഴിയുന്നതാണ്. HMTയുടെ സാങ്കേതിക വിദ്യ പിൻബലമുള്ള ഇന്ത്യയിലെ ഏക ലെയ്ത്ത് നിർമ്മാണ ഫാക്ടറിയാണ് കിറ്റ്കോസ്. 300ഓളം തൊഴിലാളികൾ പണിയെടുത്തിരുന്ന ഫാക്ടറിയിൽ ഇപ്പോഴുള്ളത് 25ഓളം തൊഴിലാളികൾ മാത്രം. ഇവർക്കാകട്ടെ ശമ്പളം കൊടുക്കാനാകാത്ത അവസ്ഥയാണ്. നമുക്ക് ഇപ്പോഴേ ശമ്പളം ഏകദേശം 1 വർഷത്തോളം കുടിശ്ശികയുണ്ട്. കഴിഞ്ഞ മാർച്ചിലെ ശമ്പളമാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അല്ല, നമുക്ക് വരുന്ന ഓർഡറിനനുസരിച്ച് സമയബന്ധിതമായിട്ട് നമുക്ക് ചെയ്ത് തീർത്ത് കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം നമുക്ക് മെറ്റീരിയൽസ് വാങ്ങാനുള്ള പൈസ ഈ നമ്മൾ ചെയ്യുന്ന മെഷീൻ വിറ്റതിന് ശേഷം മാത്രമാണ് നമുക്കത് മെറ്റീരിയൽസ് വാങ്ങി അടുത്ത മെഷീനിലേക്ക് പോകാൻ കഴിയുന്നത്. 50 ലക്ഷം രൂപ പ്രവർത്തന മൂലധനം നൽകി കിറ്റ്കോസിനെ ലാഭത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നിരിക്കെയാണ് പൊതുമേഖലാ സ്ഥാപനമായ കിറ്റ്കോസിനോടുള്ള സർക്കാർ അവഗണന. ഷമീർ, റിപ്പോർട്ടർ, കൊല്ലം.